യൂത്ത് കോൺഗ്രസ് നേതാവും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിന്റെ അന്വേഷണം വഴിമുട്ടുന്നു. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസിന് ലഭിച്ച 6 പരാതികളാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതികൾ ആരും തന്നെ കേസുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മൊഴി നൽകിയതാണ് കേസ് വഴിമുട്ടാൻ കാരണമായിരിക്കുന്നത്. MLA-ക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് എന്ന യുവനടിയെ ക്രൈംബ്രാഞ്ച് സമീപിച്ചെങ്കിലും തനിക്ക് ഈ കേസുമായി മുന്നോട്ടു പോകാൻ യാതൊരു താല്പര്യവുമില്ലെന്നാണ് നടി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. തുടർന്ന് ഹണി ഭാസ്കറുമായി പോലീസ് സംസാരിച്ചെങ്കിലും ഹണി ഭാസ്കറും മൊഴി നൽകാൻ തയ്യാറായില്ല. ആരോപണം ഉന്നയിച്ച മറ്റൊരു വ്യക്തി ട്രാൻസ്ജെൻഡർ യുവതി കൂടിയായ അവന്തികയെ ക്രൈംബ്രാഞ്ച് സമീപിച്ചെങ്കിലും അവന്തിക ക്രൈംബ്രാഞ്ചുമായി സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു യുവതിയുടെ ഫോൺ സംഭാഷണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ബാംഗ്ലൂരിലെ ചില ആശുപത്രികളിൽ ഉൾപ്പെടെ പരിശോധനകളും നടത്തിയിരുന്നു. ഈ യുവതിയെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും ഈ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ തയ്യാറായില്ല. തനിക്ക് യാതൊരു പരാതിയുമില്ലെന്നും തന്റെ സ്വകാര്യത തകർക്കാൻ ശ്രമിക്കരുതെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ യുവതി പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ കേസിന്റെ തുടരന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ യുവതികളെ ഇരകളായി ഒരു മാധ്യമവും പരിചയപ്പെടുത്തിയിരുന്നില്ല. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നതാണ് നിയമം. പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തികളുടെ പേരുകൾ യാതൊരു പ്രശ്നവുമില്ലാതെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ലൈംഗികാതിക്രമം നിലനിൽക്കുന്ന എന്നത് തന്നെ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ആരോപണങ്ങൾ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഈ യുവതികൾ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വരുമ്പോ കൃത്യമായി ഒരു യുവ നേതാവിനെ സമൂഹ മധ്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുമോ എന്ന രീതിയിലുള്ള ചില ഗൂഢാലോചനകൾ ഏതെങ്കിലും ഭാഗത്ത് നടന്നിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള ചില ഗൂഢതന്ത്രങ്ങളും ഗൂഢനീക്കങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് ന്യായമായും പലരും സംശയിക്കപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും എന്നാണ് മാധ്യമ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്.